Hello students, today we are going to see a different question about the solid of revolution. The region bounded by the curve is given as y equal to 3x minus x square by y equal to 3x minus x square is revolved and the x-axis is revolved about the line x equal to minus 1. You have to find the volume of the solid of revolution. Find the volume of the solid of revolution. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. Given curve is y equal to 3x minus x square. We consider that equation y equal to 3x minus x square. Can you plot the curve y equal to 3x minus x square? As in the given form, we have no idea about the curve. You know that this is linear in y, second degree in x. Therefore, this is a parabola. And to find the form of the parabola, vertex, focus, etc., you have to standardize the equation. Square term is seen in x. Therefore, we make it positive, multiplying both sides by minus sign and reversing the sides. This side ഞാൻ left side എഴുതുകയാണ്. x square minus 3x equal to minus y എന്ന് ആദ്യം എഴുതുകയാണ്. Then you have to make this as a perfect square. x ലുള്ളത് സ്ക്വയർ അല്ലെങ്കിൽ x minus h whole square എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. പരാബോളയ്ക്ക് 4 സ്റ്റാൻഡേർഡ് ഫോം ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ either y square equal to 4ax or y square equal to minus 4ax. Both are symmetric about the x-axis. y square equal to 4ax ആണെങ്കിൽ ഇത്, y square equal to minus 4ax ആണെങ്കിൽ ഇങ്ങനെ. or x square equal to 4ay, അപ്പോൾ yയിൽ ലീനിയർ ആയിരിക്കും. x square equal to minus 4ay. അതിൽ ആദ്യത്തത് yയുടെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആകുമ്പോൾ സിമെട്രിക് അബൌട്ട് ദ y ആക്സിസ് ഓപ്പൺ അപ്വേർഡ്സ്. yയുടെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആകുമ്പോൾ സിമെട്രിക് അബൌട്ട് ദ y ആക്സിസ് ഓപ്പൺ ഡൗൺവേർഡ്സ്. These are all parabolas with the vertex 0, 0. If the vertex changes, then we have to imagine the coordinate axis. Y square equal to 4x, y minus k whole square equal to 4a into x minus h എന്നൊരു പരാബോളയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? hk is a vertex of the y minus k. സബ്ട്രാക്ട് ചെയ്യുന്ന പിന്നത്തെ ടേമാ. y മൈനസ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. hk. x equal to h, y equal to k. hk is the vertex of the parabola. And you imagine the axis. Form yയിലെ സ്ക്വയറും എക്സിലെ ലീനിയറും ആണെങ്കിൽ, പിന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആക്സിസ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എക്സ് ആക്സിസ് പോലെ ഈ കാണുന്ന പോർഷനാണ് നമ്മളിങ്ങനെ പരാബോളയെ വരയ്ക്കും. ഇതുപോലെ ഈ 4 ഫോംസിനും നമുക്ക് ചെയ്യാവുന്നതാണ്. ഹിയർ വി ഹാവ് സ്ക്വയർ ടേം ഇൻ എക്സ്. അപ്പോൾ അതിനെ ഒരു എക്സ് മൈനസ് സംതിങ് കോൺസ്റ്റന്റ് ഹോൾ സ്ക്വയർ എന്നാക്കണം. ഇത് സ്ക്വയർ ടേം, ഇത് 2ab ടേം ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഫോമിലേക്ക് വരും. അപ്പോൾ ഇത് 2ab ആണെങ്കിൽ എക്സ് സ്ക്വയർ എ ഇതാണ്. അപ്പോൾ ഇതിന്റെ പകുതിയാണ് ബി എന്ന് നിങ്ങൾക്കറിയാം. ബി ഈക്വൽ ടു, അതുപോലെ നമ്മൾ മനസ്സിലാക്കി ബി ഈക്വൽ ടു 3/2 എന്ന് കൊടുക്കാമെന്ന് മനസ്സിലാക്കി. നമ്മളത് കൊടുക്കുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് 3x. ബി 3/2 ആണെങ്കിൽ ബി സ്ക്വയർ അവിടെ വരുക, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ ബി സ്ക്വയർ ആയ 9/4 അവിടെ പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ ആഡ് ചെയ്യുകയും 9/4 തന്നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഇസ് 0. തിയററ്റിക്കലി അത് 0 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 3x എന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഈക്വൽ ടു മൈനസ് y എന്ന് എഴുതാം. ദെൻ വി കമ്പൈൻ ദീസ് 3 ടേംസ് ടു റൈറ്റ് എക്സ് മൈനസ്, അതെന്താന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ ചെയ്തത്, എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് y പ്ലസ് 9/4 എന്നെഴുതും. അതിന്റെ വെർട്ടെക്സ് മനസ്സിലാക്കാൻ നമുക്കതിൽ ഇങ്ങനെ എഴുതാം. എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് y മൈനസ് ഓഫ്
വൈയുടെ കോഎഫിഷ്യന്റ് എന്തായാലും നെഗറ്റീവാ. മൈനസ് ഓഫ് y minus 9/4. First you have to identify which is the form of the parabola. Square in x, y coefficient is negative. This is of the form x square equal to minus 4ay. That means it is open downwards, symmetric about y axis അല്ല, about the line. yക്ക് പകരം y minus 9/4 ആണ് കാണുന്നത്. About the line y equal to 9/4 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വെർട്ടെക്സ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. വെർട്ടെക്സ് 0 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ വൈയിൽ y മാത്രം. അപ്പോൾ ഇവിടെ കാണുന്ന എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ, മൈനസ് 3/2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് h, ദിസ് ഈസ് k. മൈനസ് എന്ന് എഴുതണം, എന്നിട്ട് കോൺസ്റ്റന്റ് എടുക്കുക. അപ്പോൾ എക്സ് മൈനസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കോൺസ്റ്റന്റ് എക്സിന്റെ വെർട്ടെക്സ് കോർഡിനേറ്റ് 3/2, y മൈനസ്, അപ്പോൾ ഇത് 9/4. 3/2 9/4 വെർട്ടെക്സ് ആയിട്ടുള്ള പരാബോളയാണ്. വി ക്യാൻ ഡ്രോ ദ പരാബോള x equal to 3/2. 3/2 means 1.5, 1.5. അപ്പോൾ ഇതാണ് 3/2. 3/2. 9/4 എന്ന് പറയുന്നത് 9/4 4 into 2 8, 2.2 സംതിങ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഇതാണ് നമ്മുടെ 3/2 9/4 എന്ന് പറയുന്ന പോയിന്റ്. ഇത് വെർട്ടെക്സ് ആയിട്ടുള്ള പരാബോള വരയ്ക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ആക്സിസ് ആയിട്ട്, ഇവിടെയുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻ ആക്സിസ് ആയിട്ട് സങ്കല്പിക്കുന്നു. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay പോലെയാ. y കോഎഫിഷ്യന്റ് ഈസ് നെഗറ്റീവ്, therefore it is open downwards. ഇവിടെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇരുന്നേനെ. ഇതാണ് പരാബോളയുടെ ഫോം. അപ്പൊ ഇങ്ങനെ വരയ്ക്കേണ്ടതാണ്. അതിപ്പോ ഇവിടെ കൊണ്ട് വരയ്ക്കണം. ഈ ആക്സിസിന് എക്സ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞ y ഈക്വൽ ടു 9/4 ആണെന്നതല്ല, y ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണല്ലോ. അപ്പൊ എക്സ് ഈക്വൽ ടു 3/2 സിമെട്രിക് ആയിരിക്കും. അപ്പൊ വരച്ച് തുടങ്ങാം എന്നേ ഉള്ളൂ. ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാ വരയ്ക്കുന്നത്. ഇത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ്, ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ഇസ് y ഈക്വൽ ടു 0. ഇഫ് y ഈക്വൽ ടു 0, മീറ്റിംഗ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? y ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഫ്രം ദ കർവ് 3x minus x square equal to 0. That implies x into 3 minus x equal to 0. ഗ്രാഫ് ലോജിക്കലായിട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കറക്റ്റ് ആണ്. ഇംപ്ലൈസ് x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 3. അപ്പോൾ ഗ്രാഫ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് x ഈക്വൽ ടു 0 ഹിയർ, x ഈക്വൽ ടു 3. ഇത് 3/2, അപ്പോൾ അതിൻ്റെ ഇരട്ടി. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും 3. x ഈക്വൽ ടു 3. ഇത് 1.5, അപ്പോൾ ഇത് 3. അപ്പോൾ മീറ്റ് ചെയ്യുന്നത്, ഗ്രാഫ് മീറ്റ് ചെയ്യുന്ന ഒന്ന് x ഈക്വൽ ടു 0-ൽ, മറ്റേത് x ഈക്വൽ ടു 3-ൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പരാബോള? ദെൻ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോള y ഈക്വൽ ടു 3x മൈനസ്, പരാബോള ആയിരുന്നെന്ന് പറഞ്ഞില്ല, നമ്മൾ ഫോം കണ്ടിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് പരാബോളയാണ്, ഏത് തരത്തിലുള്ള പരാബോളയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദ എക്സ് ആക്സിസ്, ദിസ് ഈസ് ദ എക്സ് ആക്സിസ്, ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദ ലൈൻ. ആക്സിസ് അല്ല, ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. എക്സ് ഈക്വൽ ടു -1 ചുറ്റുമാണ് കറങ്ങുന്നത്. ദിസ് ഈസ് ദ റീജിയൻ ആൻഡ് ദ റീജിയൻ ഈസ് റിവോൾവ്ഡ് അബൌട്ട് ദ ലൈൻ എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1 ഈസ് ദ ആക്സിസ്. ആക്സിസ് ഓഫ് റെവല്യൂഷൻ നമ്മൾ കർവ്ഡ് ആരോ ഉപയോഗിച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ ബോർഡർ അല്ല, വാഷർ മെത്തേഡ് അപ്ലൈ ചെയ്തേക്കാം എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഏതിന് വേണം? about a line parallel to y axis. അപ്പോൾ yക്ക് വേണം ഇന്റഗ്രേഷൻ. നമ്മൾ y about a line parallel to x equal to -1 parallel to y axis. A line parallel to y axis, integration with respect to y. y coordinate least highest ഒക്കെ ഇവിടെ നമുക്കൊക്കെ പെട്ടെന്ന് പറയാം. അപ്പോൾ x പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് എന്തായിരുന്നു? നമ്മളുടെ ആക്സിസിൽ നിന്ന് വാഷർ മെത്തേഡ്, ബോർഡർ അല്ല, ആക്സിസ് ബോർഡർ അല്ല, അപ്പോൾ വാഷർ മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇതാണ് റേഡിയസ് ഓഫ് എ ക്രോസ് സെക്ഷൻ. ഇങ്ങനെയുള്ള ആക്സിസ് വെർട്ടിക്കൽ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻസ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കിൾസിന്റെ, സർക്കിൾ അല്ല, വാഷേഴ്സിന്റെ ഏരിയ ആഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ വാഷറിന്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും സെയിം പരാബോളയിൽ നിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെയും പരാബോളയിലെ പോയിന്റ് ആണ്, ഇവിടെയും പരാബോളയിലെ പോയിന്റ് ആണ്.
ഇങ്ങനെയാ മൂവ് ചെയ്ത് ഹൊറിസോണ്ടൽ മൂവ്മെന്റിൽ എക്സിനാ വേരിയേഷൻ, വൈ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്, ഇവിടുത്തെ ലീസ്റ്റും ഹയസ്റ്റും ആണ് വൈ. വൈ ഈക്വൽ ടു സി 0, വൈ ഈക്വൽ ടു ഡി 9/4 ആയിരിക്കും. ഇനി എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ എക്സും കണ്ടുപിടിക്കണം. ഫ്രം ദ പരാബോള y ഈക്വൽ ടു 3x മൈനസ് എക്സ് സ്ക്വയർ. എക്സ് എഴുതാം, എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് y മൈനസ് 9/4 എന്നൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എക്സ് എഴുതാം. അപ്പോൾ റൂട്ടൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 2x ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇന്നർ റേഡിയസ് ആൻഡ് ഔട്ടർ റേഡിയസ് ഈസ് ഫ്രം ദ പരാബോള. അപ്പോൾ അതും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. റൂട്ട് വരുമ്പോൾ പ്ലസ് റൂട്ടും മൈനസ് റൂട്ടും വരും. പക്ഷേ ഈ റൂട്ടുള്ള എക്സ്പ്രഷൻ ആകുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ പ്രോസസ്സിലേക്ക് പോകും. അതുകൊണ്ട് ഈ മെത്തേഡ് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിലേക്ക് വേണ്ടി നമ്മളൊരു പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ഷെൽ മെത്തേഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ദ ക്രോസ് സെക്ഷൻസ് we form here we integrate the areas of cross sections. Instead of that, we are going to integrate the surface area of shells. That is called the shell method. You can see it. I have redrawn the graph for explaining shells. Instead of discs or washers, we are going to consider shells. അപ്പോൾ shells redraw ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രാഫ് ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. You imagine the solid. This is only region of revolution. ഈ റീജിയൻ ഈ ആക്സിസിന് ചുറ്റും കിടന്ന് കറങ്ങാണ്, സോളിഡ് ആണ്. അപ്പോൾ അകത്ത് കുറച്ച് ഭാഗം പൊള്ളയാണ്, പിന്നെ നമ്മൾ ബാക്കി ഭാഗം സോളിഡ് ആയിട്ടുള്ള പോർഷനാണ്. മെഴുകോ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കും. ഇത് കറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സോളിഡ് 3 ഡയമെൻഷണൽ സോളിഡ് ആണ് കിട്ടുന്നത്. ടു ഫൈൻഡ് ദ വോളിയം, ഫസ്റ്റ് യു കൺസിഡർ ദ സ്ട്രിപ്പ് parallel to the axis here. Here there is only one point. So I will explain another line. Parallel to axis. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആക്സിസിന് പാരലൽ അല്ല, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ഫോം ചെയ്തുകൊണ്ടിരുന്നത്. You imagine that this line is going to be revolved about the axis x equal to -1. ഇത് റിവോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ ഇവിടെയും നമുക്കൊരു സിലിണ്ടർ ഫോം ചെയ്യും. ദിസ് വിൽ ബി ദ സിലിണ്ടർ. ഇതായിരിക്കും സിലിണ്ടർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സിലിണ്ടറിന്റെ എന്തുമാത്രം ഭാഗം, യു ഇമാജിൻ ദ സോളിഡ് ആൻഡ് കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സിലിണ്ടർ ടു ദ സോളിഡ് ഓഫ് റെവല്യൂഷൻ. മുമ്പേ വാഷറിന്റെ ഏരിയ ആയിരുന്നു, അല്ലെ ഡിസ്ക് ആയിരുന്നപ്പം, ബോർഡർ ആകുന്ന കേസിൽ ഡിസ്ക് ആയിരുന്നപ്പം അതിന്റെ ഏരിയ ആയിരുന്നു നമ്മൾ പരിഗണിച്ചിരുന്നത്. ഇവിടെ എന്താ, ഇപ്പൊ ഈ ഭാഗം നിങ്ങൾക്കറിയാം, ഇവിടെ ബോർഡർ അല്ല, റീജിയൻ ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഇസ് നോട്ട് എ ബോർഡർ. അപ്പൊ ഈ ഭാഗം ഒന്നും നമ്മളുടെ ഏരിയയിലേക്ക് വോളിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല എന്നറിയാം. പക്ഷെ ഇത് കറങ്ങുമ്പം ഇത് സോളിഡ് ആണ്, ഇത് കറങ്ങുന്ന സോളിഡ് ആണ് എന്ന് എവാലുവേറ്റ് ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ ഈ ലൈൻ കറങ്ങുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സോളിഡിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ഇൻസൈഡ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഇൻസൈഡിന് ഒരു റോളും ഇല്ല, സിലിണ്ടറിന്റെ ഔട്ട്സൈഡിനെ റോളുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. യു കൺസിഡർ ലൈൻസ് പാരലൽ ടു ദ ആക്സിസ് ഫ്രം x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 3. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ, ദേ ആർ കോൾഡ് ഷെൽസ്. ഇങ്ങനെ ഒരു വലിയ സിലിണ്ടർ ഫോം ചെയ്യും. അതിന്റെ വിഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കും, ഇത്തിരികൂടെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സിലിണ്ടർ ആയിരിക്കും. ഈ വലിയ സിലിണ്ടർ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. പിന്നെ സിലിണ്ടറിന്റെ ഹൈറ്റ് കുറഞ്ഞു വരും, പക്ഷെ വിഡ്ത്ത് കൂടി വരും. അപ്പോൾ ദീസ് ആർ കോൾഡ് സിലിണ്ടറിക്കൽ ഷെൽസ്. ബൈ ഇന്റഗ്രേറ്റിംഗ് ദ സർഫസ് ഏരിയാസ് ഓഫ് ദ സിലിണ്ടറിക്കൽ ഷെൽസ് വി ഗെറ്റ് ദ വോളിയം ഓഫ് ദ സോളിഡ്. എവിടെ നോക്കിയാലും ഈ ഭാഗത്തിനൊന്നും റോളില്ല. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തിന് ഇത് ബോർഡർ അല്ലാത്തതുകൊണ്ട് ഇത്രയും ഭാഗത്തിന് റോളില്ല. മറ്റ് ഇവിടം വരെ അല്ല, ഇതിനിടയ്ക്ക് എവിടെയോ ഇത്രയും ഡിസ്റ്റൻസ്. x ഈക്വൽ ടു -1 ആണ് ആക്സിസ്. അപ്പോൾ ഇവിടെ മുതൽ ഇത്രയും ഭാഗത്തിന് റോളില്ല. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടാണ്. അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. ഈ കണ്ടുപിടിക്കുന്ന ഷെൽസിന്റെ എല്ലാം സർഫസ് ഏരിയാസ് മതി. സർഫസ് ഏരിയ, ഷെല്ലിന്റെ സർഫസ് ഏരിയ, ഷെൽ ഇസ് എ സിലിണ്ടർ. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്നാ നിങ്ങൾക്ക് അറിയാം, 2π × r × h എന്നുള്ളതാണ് സർഫസ് ഏരിയ ഓഫ് എ cylinder. Now we integrate the surface areas of the cylinders from x equal to 0 ഒരു സിലിണ്ടർ ഫോം ചെയ്യും, x equal to 1 ഒരു സിലിണ്ടർ ഫോം ചെയ്യും, x equal to 3/2 സിലിണ്ടർ ഫോം ചെയ്യും, x equal to 3 സിലിണ്ടർ ഫോം ചെയ്യും. അപ്പോൾ സിലിണ്ടറിന്റെ എല്ലാം സർഫസ് ഏരിയാസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇന്റഗ്രൽ ഫ്രം 0 to 3 സർഫസ് ഏരിയ ഓഫ് സിലിണ്ടേഴ്സ്.
cylinders. 2 pi RH എന്നുള്ള സർഫസ് ഏരിയ മാറിക്കൊണ്ടിരിക്കും ഇക്വേഷൻ ഉപയോഗിച്ച് സർഫസ് ഏരിയ